കൊല്ലത്ത് നിന്ന് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. 17 പുതുമുഖങ്ങൾ എന്നാണ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലെ ഒന്നാമത്തെ അംഗം പിണറായി വിജയൻ, രണ്ടാമത്തെ അംഗം MV ഗോവിന്ദൻ, EP ജയരാജൻ, TM തോമസ് ഐസക്. EP ജയരാജനെ ഒഴിവാക്കിയിട്ടില്ല എന്നതുകൂടി അവിടെ നമ്മൾ കാണേണ്ടതുണ്ട്. EP ജയരാജന്റെ ഭാഗത്ത് വലിയ തോതിലുള്ള സംഘടനാപരമായ വീഴ്ച പറ്റിയെന്ന് CPM വിലയിരുത്തിയതാണ്. അതിന്റെ ഭാഗമായാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്ന് നേരത്തെ തന്നെ പാർട്ടി ആ തീരുമാനത്തിലേക്ക് എത്തിയതും അക്കാര്യം ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ പക്ഷേ അതിനെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. EP ജയരാജനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുന്നു. TM തോമസ് ഐസക് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. KK ശൈലജ, എളമരം കരീം, TP രാമകൃഷ്ണന് പ്രായത്തിന്റെ ആനുകൂല്യം ലഭിച്ചു എന്നാണ് അഭിലാഷ് അവിടെ നൽകുന്ന വിവരം. EP ജയരാജനും പ്രായത്തിന്റെ കൂടി ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, K രാധാകൃഷ്ണൻ, CS സുജാത, P സതീദേവി, PK ബിജു, M സ്വരാജ്, PM മുഹമ്മദ് റിയാസ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, പുത്തലത്ത് ദിനേശൻ, KP സതീഷ് ചന്ദ്രൻ കാസർഗോഡ് നേതാവ്, CH കുഞ്ഞമ്പു കാസർഗോഡ്, MV ജയരാജൻ, P ജയരാജൻ, KK രാഗേഷ് ഇവർ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു അല്ലെങ്കിൽ ഭാഗമായി തുടരുന്നു. M പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിൽ നിന്ന്, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി പാലക്കാട്, R ബിന്ദു, മന്ത്രി M അനിൽകുമാർ എറണാകുളത്തെ മേയർ, K പ്രസാദ് ആലപ്പുഴയിൽ നിന്ന്, PR രഘുനാഥ് കോട്ടയത്ത് നിന്ന്, S ജയമോഹൻ കൊല്ലത്ത് നിന്ന്, DK മുരളി വാമനപുരം MLA തിരുവനന്തപുരത്ത് നിന്ന്. ഇങ്ങനെ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയാണ്. KS സലീഖ, KK ലതിക, P ശശി, K അനിൽകുമാർ, V ജോയ്, OR കേളു. മന്ത്രിസഭയിലെ പുതിയ അംഗം OR കേളു, ഡോക്ടർ ചിന്താ ജെറോം, S സതീഷ്, N ചന്ദ്രൻ, ബിജു കണ്ടക്കൈ. ഓഫീസ് സെക്രട്ടറിയാണ് ഇപ്പോൾ CPM AKG സെന്ററിലെ ജോൺ ബ്രിട്ടാസ്, M രാജഗോപാൽ തൃക്കരിപ്പൂർ MLA, K റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറി, M മഹബൂബ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, VP അനിൽ മലപ്പുറത്ത് നിന്നുള്ള നേതാവ്, KV അബ്ദുൽ ഖാദർ തൃശ്ശൂരിൽ നിന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത്. 17 പുതുമുഖങ്ങൾ, 20ഓളം പുതുമുഖങ്ങളുള്ള സാധ്യതയുണ്ട് എന്നാണ് മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത്. 15 മുതൽ 20 വരെ പുതിയ ആളുകളെ ഈ കമ്മിറ്റിയുടെ ഭാഗമായേക്കും. ഒരു പുതുനിര CPMലേക്ക് വരട്ടെ എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ തീരുമാനം അത് ശരിവെക്കുന്ന തരത്തിൽ ഇപ്പോൾ 17 പേരെ പുതുമുഖങ്ങൾ ആയി ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് പുറത്തു വരുന്നത്. മാർഷൽ B സെബാസ്റ്റ്യൻ അവിടെ നിന്നുള്ള പട്ടികയുടെ പരിപൂർണമായ വിവരങ്ങൾ എത്തിക്കുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് DK മുരളിയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതാണ് ഒരു പൊതുചിത്രം. പുത്തലത്ത് ദിനേശൻ, KP സതീശൻ ഉൾപ്പെടെയുള്ളവരെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുന്നുമുണ്ട്. അഭിലാഷ് മോഹനും ഒപ്പം AK സ്റ്റെഫിനും അവിടെ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ ഈ പുതുമുഖങ്ങളുടെ പേര് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ. പുതുമുഖങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ആർക്കെങ്കിലും ഈ കമ്മിറ്റിയിൽ ഇടം ലഭിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചർച്ചകളിൽ സജീവമായി ഉണ്ടായിരുന്നിട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? രതീഷ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ജെയ്ക്ക് തോമസിന്റെ പേര് കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ജെയ്ക്കിന്റെ പേര് ഇതിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും സനോജിനും V വസീഫിനും ആ ഒരു അവസരം കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഒരു നിര ഉണ്ട് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാം. പ്രതീക്ഷിച്ചിരുന്നത് പോലെയാണ് വലിയ അപ്രതീക്ഷിതമായ മാറ്റങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ ഒന്നും തന്നെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കമുണ്ട് എന്ന് തോന്നുന്നില്ല. ഏതായാലും 2 പേർ മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന ജോൺ ബ്രിട്ടാസ്, അതോടൊപ്പം തന്നെ ബിജു കണ്ടക്കൈ അവരും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ 15 പേരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതല്ല 17ലേക്ക് ഒരു സംഖ്യയിലേക്ക് തന്നെ എത്തുന്നു. ഇനി ഏതായാലും അറിയേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള തീരുമാനം. സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രി വീണ ജോർജ് ആ പട്ടികയിൽ കണ്ടു, പക്ഷേ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മാർഷൽ നൽകുന്ന വിവരം. വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ അത് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ പ്രത്യേക ക്ഷണിതാവായി അതിൽ തുടർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 89 അംഗ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വീണ ജോർജും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്ത് ഇനി വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ ഈ പട്ടികയുടെ പൂർണ്ണ രൂപം ഒരു തരത്തിൽ നമ്മളിപ്പോൾ നൽകുന്ന വിവരങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ആ വാർത്താ സമ്മേളനത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ഇപ്പോൾ ഒടുവിൽ മാർഷൽ പറയുന്ന അനുസരിച്ച് വീണ ജോർജ് സ്പെഷ്യൽ ഇൻവൈറ്റിയായിട്ട് പ്രത്യേക ക്ഷണിതാവായി സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് CPMന്റെ ആ സമ്മേളനം പൂർത്തിയാക്കിക്കൊണ്ട് ആ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ മാറ്റങ്ങളില്ല, വെട്ടിനിരത്തലുകളില്ല, സ്വാഭാവികമായ ചോയ്സുകളാണ് നമ്മൾ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഉള്ളത്. കൊല്ലം സംസ്ഥാന സമ്മേളനം പുതിയ സംസ്ഥാന കമ്മിറ്റിക്ക് രൂപം നൽകുന്നു. സ്റ്റെഫിൻ ജെയ്ക്ക് തോമസിന്റെ പേര് വളരെ സജീവമായി പരിഗണിക്കപ്പെടുന്നു എന്തരത്തിൽ നേരത്തെ തന്നെ വാർത്തകളൊക്കെ വന്നിരുന്നതാണ്. ജെയ്ക്കിന് എന്ത് പറ്റിയാണ്? ജെയ്ക്കിനെ പരിഗണിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത്തരമൊരു പരിഗണനത്തിലുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ വസീഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നുണ്ട്. പുതുമുഖങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന ചോയ്സാണ്. VK സനോജിനൊക്കെ ഒപ്പം തന്നെ ജെയ്ക്കിന്റെ പേരും.
തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ജയിക്കിനെ പരിഗണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഏതായാലും അത് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ അനുശ്രീയുടെ പേര് ഒരുപക്ഷെ ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർഷയെ ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കണ്ടിരുന്നു. ഏതായാലും നിലവിൽ അതിനൊന്നും ഉള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ 17 പേരിലേക്ക്. കാരണം മറ്റു പലരും ഈ DK മുരളി അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരുപക്ഷെ എല്ലാ ജില്ലകൾക്കും ഒരു പ്രാതിനിധ്യം കൊടുക്കുക എന്നടക്കമുള്ള ചില മാനദണ്ഡങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാകാം ആ ഒരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ എത്തിയത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി വാർത്താ സമ്മേളനത്തിൽ MP ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ MP ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി വീണ്ടും സംസ്ഥാന സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെടുന്ന MP ഗോവിന്ദൻ അല്പസമയത്തിനകം മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നാണ് കൊല്ലം സമ്മേളന നഗരിയിൽ നിന്നുള്ള പുതിയ വിവരം.